അപ്പം ഞാൻ ജമന്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര കാറ്റ് കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് കാറ്റടിക്കുമ്പോൾ അയ്യോ കാറ്റിൻ്റെ സൗണ്ട് വരുന്നുണ്ട് എന്നുള്ളതായിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ വാഴച്ചെടിയിലെ പൂവുണ്ടോ, അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ആണ്, എന്താ കളറ്. നമസ്കാരം, സോമിയാണ്. ലൈഫ് ഓഫ് ഫ്രണ്ട്സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ മലാവിയിലെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് 2-2.5 മാസം കൊണ്ട് നമ്മുടെ കൃഷിത്തോട്ടവും പൂന്തോട്ടവും ഒക്കെ ഒരുപാട് മാറിയിട്ടോ. അപ്പോൾ കൃഷിത്തോട്ടത്തിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം കാണിക്കാൻ ഒരുപാടുണ്ട്, ഒത്തിരിയേറെ വിശേഷങ്ങളുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ പൂന്തോട്ടം ഒന്ന് കാണാം കേട്ടോ. ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന പൂന്തോട്ടം ഇപ്പോഴത്തെ പൂന്തോട്ടം ഒരുപാട് മാറ്റമുണ്ട്. പോയ സമയത്ത് ഉണ്ടായിരുന്ന പൂന്തോട്ടം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും, കാരണം നമ്മുടെ വ്ലോഗ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഉള്ള പൂന്തോട്ടം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാട്ടോ. എല്ലാവർക്കും അത്ഭുതമായിരിക്കും. അത്ഭുതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹൈപ്പ് കൊടുക്കുന്നില്ല, എന്നാലും ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ജമന്തി പൂക്കളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഞാൻ പോയ സമയത്ത് നല്ല പൂക്കളുണ്ടായിരുന്നു, ഇപ്പോഴും നല്ലോണം പൂക്കളുണ്ട്. പക്ഷേ ഞാൻ വരുന്ന സമയമായപ്പോഴത്തേക്കിനും നമ്മുടെ നെൽസൺ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ ബോയ് ആണ്, നമ്മുടെ കൃഷിയൊക്കെ നോക്കണേ. നെൽസൺ പൂക്കളൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പടർന്നു. ഞാൻ പോയ സമയത്ത് ചെടികളൊന്നും ഇത്ര വലിപ്പം വെച്ചിട്ടില്ല, അതായത് ഹൈറ്റ് ഇതുണ്ടോ. ഇപ്പം എൻ്റെ ഒരു ഏകദേശം ഇത്രയായിട്ടുണ്ട്. പോയ സമയത്ത് ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ചെടിക്ക്, പക്ഷെ നല്ല ഹൈറ്റും വെച്ചു, തിക്കായി തുടങ്ങി. അപ്പോൾ നെൽസൺ എന്ത് ചെയ്തു, ഇതൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊരു പ്രത്യേകത, ഇവിടെ മഴക്കാലമായിരുന്നു. നമ്മൾ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴ തുടങ്ങി. ഇവിടെ മലാവിയത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മഴേൻ്റെ ഒരു വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് കിടക്കുന്ന മണ്ണ് എന്ന് പറയില്ലേ, അതുപോലെയാണ്. കാരണം മഴ പെയ്യുമ്പോഴത്തേക്കിനും എവിടേക്കാണ് വിത്തുകൾ വീണ് കിടക്കുന്നത്, ആ വിത്തുകളെല്ലാം പൊട്ടി മുളയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ അതേപോലെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാണാം നമുക്ക്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജമന്തി ഉണ്ടോ, ഇത് ഒരുപാട് പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ 2 മാസം കൊണ്ട്. ആ പൂവിട്ട പൂക്കളെല്ലാം ഉണങ്ങി ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഈ പൂക്കളൊക്കെ വെട്ടിക്കളയണം. പൂക്കൾ എന്ന് വെച്ചാൽ ഈ ഉണങ്ങി കരിഞ്ഞേക്കണ പൂക്കളൊക്കെ വെട്ടിക്കളയണം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ജമന്തിൻ്റെ വീഡിയോ കാണിച്ച സമയത്ത് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഉണങ്ങി നിൽക്കുന്ന പൂക്കളുടെ ആ ഭാഗം വെട്ടിക്കളയുകയാണെങ്കിൽ പുതിയ മുട്ടുകളും പൂക്കളൊക്കെ പുതിയതായിട്ട് ഒരുപാടുണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അറിവ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഉണങ്ങി നിൽക്കുന്ന പൂക്കളൊക്കെ വെട്ടിക്കളയണം കേട്ടോ. അപ്പോൾ ഇതേതുണ്ട് എല്ലാം നെൽസൺ ഇവിടെ പിടിച്ച് കെട്ടിയേക്കാണ്. ഇതിങ്ങനെ പടർന്ന് കിടക്കുന്നത് കൊണ്ട് നെൽസൺ അതൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ജമന്തിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ചോടുഭാഗം ഒരു കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട്. ചോടുഭാഗമൊക്കെ നല്ല എന്താ പറയുക തിക്കായിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. പോണ സമയത്ത് ഇത്ര ഉണ്ടായിരുന്നില്ല. മഴയാണ് ഇതിനെല്ലാത്തിനും കാരണം കേട്ടോ. മഴ കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും മഴ കിട്ടിയപ്പോഴേക്കും ചെടിയൊക്കെ നല്ല കരുത്തായിട്ടുണ്ട്. ഇതുണ്ടോ നല്ല ഹൈറ്റ് വെച്ചു. ഇത്ര ഹൈറ്റ് ഉണ്ടാകുന്നില്ല ഞാൻ പോയ സമയത്ത്. എല്ലാ ജമന്തിയും ഇതുപോലെ ചോട്ടിലൊരു മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിറകും കൊള്ളിയൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ചുവട്ടിലായിട്ട് 10 മണിമുല്ല ഒരുപാടുണ്ട്. ഇത് പൂവിടാനാവുന്നേ ഉള്ളൂ. ഞാൻ 10 മണി ആവണേന് മുന്നേ കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പൂവിടാനാവുന്നേ ഉള്ളൂ. ഒരുപാട് പൂക്കൾ ഇടുന്നുണ്ട് കേട്ടോ. പൂവിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. 10 മണിമുല്ല ഒരുപാടാണ്. ഞാൻ വരുന്ന സമയത്ത് വേറെ ഒരു തരം 10 മണി ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇല ഇങ്ങനെയുള്ളത്, ഇല കുറച്ച് വീതിയുള്ള വേറെ തരം 10 മണിയില്ല. അതിൻ്റെ ഒരു ചെറിയൊരു കമ്പ് കൊണ്ടുവരണം വിചാരിച്ചത്, ഞാൻ മറന്നു പോയിട്ട് അതെടുക്കാൻ. പിന്നെ ഈ ഒരു വെള്ള ജമന്തിയിലുള്ള മുട്ടുകൾ കണ്ടോ, ഇതെല്ലാം പൂക്കാനുള്ള മുട്ട ഒരുപാടുണ്ട്. ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ജമന്തി ഉണ്ടായിരുന്നത്, പക്ഷെ അതിലൊന്നും ഇത്രയധികം മുട്ടുകളില്ല. ഇതെന്താണെന്നറിയില്ല, എല്ലാത്തിലും ഒരുപാട് മുട്ടാണ്. ഇതുണ്ടോ, ഇതെല്ലാം അതുകൊണ്ട് നമുക്കിത് എവിടെയും വെട്ടിക്കളയാനില്ല. എല്ലാത്തിലും മുട്ടായതുകൊണ്ട് നമുക്കിത് വെട്ടാനൊന്നും തോന്നത്തില്ല. എല്ലാം പൂട്ട് കഴിയുമ്പോഴത്തേക്കിനും അടുത്തൊരു സെറ്റ് മുട്ട് വീണ്ടും ഉണ്ടാവുകയാണ്. അപ്പോൾ മഞ്ഞ ജമന്തി ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്, ആ കരിഞ്ഞതൊക്കെ നമുക്ക് വെട്ടിക്കളയണം. വെള്ള ജമന്തിയും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതേ ഒരു ലാവൻ്റെ ഷെയ്ഡ്, ഇത് നല്ല അടിപൊളി ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ സന്തോഷം കേട്ടോ.
പിന്നെ ഇവിടെയൊക്കെ പുല്ല് നിറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ മുറ്റത്ത് കുറച്ച് പുല്ല് വെച്ച് പിടിപ്പിച്ചില്ലായിരുന്നോ, അതിൻ്റെ പുല്ലുകളെല്ലാം ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പുല്ല് മാത്രമല്ല, അല്ലാതെ ഉണ്ടാകുന്ന പുല്ലുകളുണ്ട്, അതെല്ലാം ഈ ചെടീൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പണികൾ നമുക്കിനി ഗാർഡൻ വൃത്തിയാക്കലും കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ വഴിയേ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഒരു വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ചെടിയൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെട്ടിക്കളഞ്ഞോന്നറിയില്ല, എന്താ അറിയില്ല, കുറേ വെട്ടിയ പാടൊക്കെ ഉണ്ടായിരുന്നു. കഷ്ണം മുറിച്ചിട്ട് പോയ പാടുണ്ട്. ഇത് ഇങ്ങനെയല്ലായിരുന്നു, കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെടിയൊക്കെ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഹൈറ്റ് കുറഞ്ഞിപ്പോൾ. ഇനി മഴ പെയ്തപ്പോൾ ചീഞ്ഞ് പോയതാണോന്ന് അറിയില്ല. ഇത് ചീഞ്ഞ പോലത്തെ ഓരോ പോഷൻ കണ്ടോ, ഇവിടെയൊക്കെ മഴ പെയ്തപ്പോൾ ചീഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഇതിനൊക്കെ ഒന്ന് സ്വതന്ത്രമാക്കണം. കുറച്ചൊരു കാടൊക്കെ ഒന്ന് കുറച്ചിട്ട് ശരിയാക്കണം. ഇതിൻ്റെ ഇലയൊക്കെ മഞ്ഞ കളറാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് സൂക്ഷിക്കണം. ആണല്ലേ, 10 മണി പൂ വിരിയാനാവുന്നേ ഉള്ളൂ കേട്ടോ. ഏകദേശം വിരിയാറായി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിരിയും. ഇതിൻ്റെ ഇടയിലുള്ള പുല്ലുകളൊക്കെ പറിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, നമ്മൾ ചെറിയൊരു അച്ചാർ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഓൺലൈനിലായിട്ട് അയച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒത്തിരി അധികം ഓർഡേഴ്സ് കിട്ടി, ഒരുപാട് ഓർഡേഴ്സ് നമ്മൾ അയച്ചു കൊടുത്തു. അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്, ടേസ്റ്റ് ഉണ്ടെന്നാണ് കഴിച്ചവരൊക്കെ അത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും ഇനി അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് നമ്മുടെ പുതിയ നമ്പറാണ് കേട്ടോ, അച്ചാർ ഓർഡർ ചെയ്യാനുള്ള പുതിയ നമ്പറാണ്. ഇതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അച്ചാറുകൾ ചെമ്മീൻ അച്ചാറുണ്ട്, ഉണക്ക ചെമ്മീൻ അച്ചാറുണ്ട്, മീനച്ചാറുണ്ട്, പാവക്ക, നാരങ്ങ, ഉണക്കമാങ്ങ, കാരക്ക എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം, പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ട്, മുന്തിരി അച്ചാറുണ്ട്, ബീഫ് അച്ചാറുണ്ട്. പിന്നെ ബിഗ് ക്വാണ്ടിറ്റി, അതായത് ബൾക്കായിട്ട് വലിയ ക്വാണ്ടിറ്റിയിലുള്ള അച്ചാർ അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം അച്ചാറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല തനതായ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ നമ്പറിൽ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മളെ വിശ്വസിച്ച് ഒരുപാട് ഓർഡേഴ്സ് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ താങ്ക് യു. കുറേ പേര് നമ്മുടെ അടുത്ത് നിന്ന് അച്ചാർ മേടിച്ചു, എല്ലാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിട്ട്. അപ്പോൾ ഓർഡർ ചെയ്യാം. 2 തരം പുല്ലായിരുന്നു മുറ്റത്ത് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പുല്ല് ഏകദേശം നല്ല രീതിക്ക് ഇങ്ങനെ അമർന്നുണ്ടായിട്ടുണ്ട്. ഈ മറ്റേ പുല്ലുണ്ടല്ലോ കുറച്ചിങ്ങനെ എണീറ്റ് നിൽക്കണ പോലെയാണ്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കുറച്ച് ശരിയാക്കാനൊക്കെ ഉണ്ട്. വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കങ്ങനെ ചെയ്യാം. അപ്പം പൂക്കളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ജമന്തി നന്നായിട്ടുണ്ട്. ഒന്ന് കേട് വന്ന് പോയിട്ടൊന്നും ഇല്ല. അതിൻ്റെ അടിയിൽ നമ്മുടെ 10 മണി മുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ജമന്തിയിൽ പൂവിട്ട് നിൽക്കുന്ന പോലെ തന്നെ നമ്മുടെ റോസാപ്പൂക്കളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ വലിയ റോസ കണ്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് ഒരു ചുവന്ന കളർ, നല്ല റെഡ് കളർ റോസയാണ്. ഇങ്ങനെ കോമ്പലായിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഉണ്ടാവുന്ന റോസയാണ് റെഡ്. അത് പൂവിട്ട് വരുന്നതേ ഉള്ളൂ. ഇത് നല്ല തട്ടായിട്ടുള്ള സീനികയാണ് കേട്ടോ. പക്ഷെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, കാണാൻ നല്ല ഭംഗിയാണ്. സീനികയാണെന്ന് തന്നെ കണ്ടപ്പോൾ അത്രയും നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് വേറൊരു തരം ബൊക്കെ റോസ എന്നൊക്കെ പറയില്ല, നമുക്ക് ബൊക്ക പോലെ കൊടുക്കാൻ ആ ഒരു രൂപത്തിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് പൂക്കളുണ്ട്, അറ്റത്തായിട്ടാണ് കേട്ടോ, അതായത് ആ കൊമ്പിൻ്റെ അറ്റത്തായിട്ടാണ് ഒരുപാട് പൂക്കളുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായി നിൽക്കുന്ന പൂവ് എന്ന് പറയുന്നത് സീനികയാണ് കേട്ടോ. അത് പല വെറൈറ്റി ഉണ്ട്. ആകെ ഇവിടെ നമ്മൾ ഫസ്റ്റ് നട്ട സമയത്ത് ഈ ഒരു പിങ്ക് കളറും ഒരു ഇളം മഞ്ഞ കളറും മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, സീനിക. പക്ഷേ ഇപ്പോൾ അത് വെറൈറ്റിയാണ്. താമരേൻ്റെ ഇതൾ പോലെ നിൽക്കുന്ന, താമരേൻ്റെ ഇതളെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ 1000 ഇതളുള്ള താമര വിരിഞ്ഞൊക്കെ കണ്ടിട്ടില്ല, ഭയങ്കര തിക്കായി. അതേപോലെയാണ് സീനിക പൂവിട്ട് നിൽക്കുന്നത്, ഭയങ്കര തിക്കായിട്ട് ഒരുപാട് പെറ്റൽസായിട്ട് നിൽക്കുന്നത്. അതായത് ഒരുപാട് ഇതളുകളുള്ള സീനിക, കുറച്ച് ഒറ്റ തട്ട് മാത്രമുള്ള സീനിക, ഡബിൾ തട്ടുള്ള സീനിക, ഒരുപാട് തട്ടുകളുള്ള സീനിക, പല തരത്തിലുള്ളത്. ഒരു പിങ്ക് മാറിയിട്ട് ഇളം പിങ്ക്, മഞ്ഞ, ഇളം മഞ്ഞ, കട്ടമഞ്ഞ, പിന്നെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഒരു ഓറഞ്ച് കളറുള്ള സീനിക, അങ്ങനെ ഒരുപാട് ഡാർക്ക് വയലറ്റ്, ഡാർക്ക് പിങ്ക്, അങ്ങനത്തെ ഒരുപാട് തരം സീനിക ഉണ്ടായിട്ടുണ്ട്. ഒരു കാട് പോലെ നമുക്ക്
ഇതിനുള്ളിൽ കൂടെ നടക്കാൻ പോലുള്ള വഴിയില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടുത്തെ മണ്ണ്. ഇതുണ്ടോ, ഉള്ളിലേക്ക് കയറാനുള്ളൊരു സ്പേസ് ഇല്ല. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഈ സീനിക ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോസ. ഇതൊരു വെള്ള റോസയാണ്, കുഞ്ഞു പൂണ്ടാകുന്ന വെള്ള റോസയാണ്. അതൊക്കെ ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ പെട്ടുപോയേക്കാണ്. അതുപോലെ തന്നെ അതേ വാടാമല്ലിയൊക്കെ പൂത്ത് വരിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഭംഗി ഇതിൽ കാണാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കാട് പോലെ സീനിക ഉണ്ടായേക്കാണ്. ഞാൻ വന്ന സമയത്ത് തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടത് എന്താ അപ്പോൾ ഇത് വിചാരിച്ചിട്ട്. അത്രയും അധികം സീനിക ഉണ്ടായിട്ടുണ്ട്. എന്തോരം പൂമ്പാറ്റയെന്നറിയാം നമ്മുടെ പൂക്കളിൽ. ഒരു കാറ്റ് വന്നാൽ ഇതിങ്ങനെ പാർന്ന കാണാം കേട്ടോ. ഇത്രയധികം പൂക്കളാണ് ഉണ്ടായി നിൽക്കണേ കണ്ടോ. ഈ സീനികപ്പൂ ഇത്രയും അധികം ഉണ്ടാവുന്ന ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ വിത്തൊക്കെ വീണ് കിടന്നപ്പോഴേ മഴ അങ്ങോട്ട് പെയ്തത് എല്ലാം കൂടെ അങ്ങോട്ട് പൊന്തി പോയിട്ട് 2 മാസം കൊണ്ടുള്ള 2.5 മാസം കൊണ്ടുള്ള വ്യത്യാസമാണിത്. കാട് പോലെ അങ്ങ് പൂക്കളായി. ഒരു പൂമ്പാറ്റി. അപ്പം ഞാൻ ജമന്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര കാറ്റ് കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് കാറ്റടിക്കുമ്പോൾ അയ്യോ കാറ്റിൻ്റെ സൗണ്ട് വരുന്നുണ്ട് എന്നുള്ളതായിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ മൈക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് ഈ ഒരു ഉപയോഗത്തിനാണല്ലോ മേടിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഞാൻ വേഗം ഓടിപ്പോയി മൈക്ക് കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പ്രമാണിച്ചാണോ എന്നറിയില്ല, കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് കണ്ടോ. ഒരു ഇരുണ്ട് മൂടി നിൽക്കുമായിരുന്നു, ഇപ്പോൾ എന്തോ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ സ്കിന്ന് കണ്ടോ കുറച്ചൊക്കെ ഒരു ആദ്യത്തെ പോലെയല്ല, കുറച്ചൊരു വലിയ ബ്രൈറ്റ് ഒന്നും പറയാനുള്ള ചെറിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്. പക്ഷേ ഇതൊരു രണ്ടാഴ്ചേൻ്റെ അപ്പുറം പോകത്തില്ല, ഇത് ഡള്ളാവും. കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനെയാണ്, നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും, പറ്റ ഡള്ളായി പോകും. പിന്നെ നാട്ടിൽ ചെന്ന് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെയും പഴയ കുറച്ചിലാവും കേട്ടോ. ഭയങ്കര ഏജ്ഡ് ആയ പോലത്തെ സ്കിന്നാവും ഇവിടുന്ന് പോകാനാകുമ്പോഴത്തേക്കിനും. അപ്പോൾ നമ്മുടെ ജമന്തിൻ്റെ വിശേഷങ്ങൾ കണ്ടില്ലേ. അപ്പം ഞാൻ തൊട്ട് മുന്നേ കാണിച്ചില്ലേ നമ്മുടെ പൂന്തോട്ടമൊക്കെ എങ്ങനെയായി നിൽക്കുന്നുണ്ടെന്ന്, കാട് വളർന്ന് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഡെയ്സി ഫ്ലവറിൽ ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത മൊട്ടും പൂവൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇതേ ഒരു തണ്ട് ഇങ്ങനെ നീണ്ട് നിവർന്ന് മുകളിലേക്ക് വരുന്നുണ്ട്. ഇതിലാണ് കേട്ടോ പൂക്കളുണ്ടാവുക ഈ ഒരു സംഭവത്തിൽ. പിന്നെ റോസ്മേരി ഇതാ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. പോയ സമയത്ത് കുഞ്ഞു റോസ്മേരി ആയിരുന്നു, നല്ല മഴ കിട്ടിയതുകൊണ്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ജമന്തിയിൽ പൂക്കളൊക്കെ കഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. ഇതൊക്കെ ശരിയാക്കാനുണ്ട് കേട്ടോ നമുക്ക്. പോയി വന്നപ്പോഴത്തേക്കിനും നല്ല അടാറ് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നന്നായിട്ട് ചെടികളൊക്കെ വളർന്നിട്ടുണ്ട്. ഞാൻ ഈ സൈഡിലൊക്കെ ഓരോരോ ഡേയ്സീൻ്റെ തൈ വെച്ചിട്ടാണ് പോയത്, കുഴപ്പമില്ലാതെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീനിക കുറച്ച് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു കളറും എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ വീഡിയോയിലാണെങ്കിലും നേരിട്ടാണെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കുറച്ച് റോസൊക്കെ നട്ടിട്ടാണ് പോയത്. അതെന്തായി എന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, എന്തായാലും നോക്കണം. ഉള്ളിൽ ഇത് ഡേയ്സി ഫ്ലവറൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു 2 തരം കളറുള്ള മല്ലിക ഇതേ പൂത്ത് നിൽക്കുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ റോസ നട്ടേന്നു. ആ റോസ പോയോന്നറിയില്ല, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എനിക്കറിയില്ല. ഇതിൽ ഫ്ലവറിങ് കഴിഞ്ഞിട്ടുള്ള സീനിയൊക്കെ നമുക്ക് കളയണം. പിന്നെ ഈ റോസാപ്പൂ എന്തായാലും അറ്റത്തായതുകൊണ്ട്, അതായത് ഒരു എൻഡ് പോർഷനിലായതുകൊണ്ട് ഇത് നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ ഇതിൻ്റെ വലിപ്പം കണ്ടോ എത്രയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലൊരു കളറുമാണ്. ഇത് നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. ഭയങ്കര കാറ്റാട്ടോ. ഞാനിപ്പോൾ ഈ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഫുള്ള് കാറ്റിൻ്റെ സമയം പോയേനെ. അതേപോലെ തന്നെ അതെ ഇതിൻ്റെ എവിടെയും അധികം സീനിക്കൊന്നും വളരാത്തതുകൊണ്ട് ഈ റോസാപ്പൂവും റോസാ ചെടിയൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്.
ഈ കാട് പിടിച്ച് നമ്മുടെ സീനികേൻ്റെ ഇടയിൽ പെട്ടുപോയതുകൊണ്ട് ഇതൊന്നും കാണാതെ തന്നെ അല്ല കേട്ടോ പുറത്തേക്ക് കേട്ടോ. നമ്മുടെ റോസാപ്പൂ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കിയാൽ അറിയാം നമ്മുടെ ചെടികളൊക്കെ എന്താ അവസ്ഥ എന്നുള്ളത്. ഒരുപാട് പൂമ്പാറ്റകളുണ്ട് കേട്ടോ, പലതരം വെറൈറ്റി പൂമ്പാറ്റകൾ. അതേപോലെ പൂക്കൾക്കൊക്കെ ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ആ പിങ്ക് കളറും വൈറ്റും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ 2 തരം ഷെയ്ഡുള്ള പൂക്കൾ തന്നെ ഉണ്ടായതാണ്. കണ്ടില്ലേ, ഇതാണ് ജനിതക മാറ്റം വരിക. നമ്മൾ പണ്ട് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് ജനിതക മാറ്റം വരിക എന്നുള്ളത്. അങ്ങനെ മാറ്റം വന്നുണ്ടായ പൂക്കളാണിതെല്ലാം. ഈ പൂമ്പാറ്റകളും തേനീച്ചകളൊക്കെ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നതുകൊണ്ട് ഉണ്ടായതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു റോസാപ്പൂ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സീനിക ഇങ്ങനെ വലുതായി നിൽക്കണേ കൊണ്ടേ കാണത്തില്ല അതിനൊന്നും. നമ്മുടെ വാഴച്ചെടിയിലെ പൂവുണ്ടോ, അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ആണ്, എന്താ കളറ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത്രയും ബ്രൈറ്റ്നസ്സിൽ ഞാൻ ഈ വാഴച്ചെടിനെ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. നമ്മളവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ബ്രൈറ്റ്നസ്സിൽ ഉണ്ടായിട്ടില്ല. മഴയായതുകൊണ്ടും ഒരുപാട് വെയിലും തട്ടാത്തത് കൊണ്ടാണ് നന്നായി ഉണ്ടായിട്ടുണ്ട്. കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ കറ്റാവാഴേൻ്റെ കച്ചം ഈ ഒരു കളറായി നിൽക്കുന്നത് എന്താണാവോ. മഴയായിട്ടും എന്താ ഇങ്ങനെയൊക്കെ ഇനി ചീഞ്ഞതാണോ ചെയ്യാൻ പോവാണോ ഒന്നും അറിയില്ല. അതേപോലെ നമ്മളെ റോസയിലൊക്കെ നല്ല പൂക്കളുണ്ട്, എന്തെല്ലാം കൊഴിഞ്ഞു പോയി. ഒരാളിത് ഇവിടെ നടുവിലുണ്ട് റോസാപ്പൂ. റോസയും കുറേ പണികളുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള പുല്ലുകളൊക്കെ പറിച്ച് കളഞ്ഞ് റോസയൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ചെടികളൊന്നും നശിച്ചു പോയിട്ടില്ല. ഈ ഒരു സീനിക കുറച്ച് അധികം ഉണ്ടായി. ഇതിൻ്റെ വിത്തുകൾ നമ്മൾ ഓർത്ത് ഇങ്ങനെ വെട്ടി, അതായത് ഒരുപാട് ഒരു ഫസ്റ്റത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ പൂക്കൾ കഴിയുമ്പോൾ നമ്മൾ പറിച്ച് അവിടെ തന്നെ ഇട്ടായിരുന്നു. അതായത് മറ്റൊന്നിന് വളമായിക്കോളും, ചെയ്യുമ്പോൾ വളമായിക്കോളും വിചാരിച്ചിട്ട്. പക്ഷെ എന്ത് ചെയ്തെന്നറിയോ, ഇതൊക്കെ അങ്ങ് അതിലത്തെ വിത്തുകളൊക്കെ വളർന്ന് അങ്ങ് ചെടിയായിപ്പോയി. ചെടിയും പൂക്കളും ഒരു കാട് പോലെ ആണല്ലോ, ഇത് ഫുള്ളൊരു കാടായിപ്പോയി. അവിടെ പുല്ലൊക്കെ വളർന്ന് കുറച്ച് വലുതായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കണം. പിന്നെ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു എൻഡിലുള്ള പുല്ലുണ്ടല്ലോ, ഇത് വേറെ തരം പുല്ലും ഇവിടെ നട്ടിട്ടുള്ള പുല്ല് വേറെ തരം പുല്ലാണ്. അപ്പോൾ ഈ പുല്ലൊന്ന് മാറ്റിയിട്ട് ഈ പുല്ലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇതിങ്ങനെ പതിഞ്ഞ് കിടക്കും. ഇതേ വളർന്ന് മുകളിലേക്ക് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണാനൊരു സുഖമില്ല, പെട്ടെന്ന് വളരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോയ സമയത്ത് ഇവിടെ ഇങ്ങനെ കട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മഴ വരുമ്പോൾ വെള്ളം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ചളിപിളി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട വെച്ച് ശരിയാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ കട്ടയ്ക്ക് ഓട്ട കണ്ടു, അതായത് ഓരോ സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ മണ്ണിട്ടിട്ട് കുറേ 10 മണിമുല്ല നട്ടിട്ട് പോയതായിരുന്നു കേട്ടോ. പക്ഷെ ഇതൊക്കെ നല്ല പെട്ടെന്ന് വളർന്നു, മഴ പെയ്തതിൻ്റെ ഗുണമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചെടി, ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആര്യ നടിയിച്ചതാ തോന്നുന്നു കേട്ടോ. ഒരു പച്ചയില ചെടിയാണ്, ആര്യൻ്റെ അടുത്തതുണ്ടായിരുന്നു. അപ്പോൾ ആര്യ ഇവിടെ നമ്മുടെ മുറ്റത്തും ആര്യൻ്റെ മുറ്റത്തൊക്കെ ഇത് നട്ടിട്ടുണ്ട്. അതും രസമുണ്ട് കേട്ടോ കാണാൻ. കണ്ടോ, ഈ കുറച്ചുകൂടെ നേരം കഴിഞ്ഞാൽ ഈ 10 മണിമുല്ല വിരിയാൻ തുടങ്ങുകയാണ്. ഒരാൾ ഏകദേശം വിരിഞ്ഞ് ഇത്രയായിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ റെഡിയായി നിൽക്കുകയാണ് വിരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും 10 മണിമുല്ല നന്നായിട്ട് വിരിയും. പിന്നെ ഞാൻ പോയ സമയത്ത് ചട്ടിയിൽ നട്ടൊരു ചെടിയായിരുന്നു ഇത്, ഒരു ഇലച്ചെടി ഉണ്ടല്ലോ. പക്ഷെ അത് ഉള്ളിലായിരുന്നു കേട്ടോ ഞാൻ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എടുത്ത് ഞാൻ പുറത്ത് വെച്ചു. ഇനി ചിലപ്പോൾ ഞാൻ ഇതിന്നെടുത്ത് വേറെ ചട്ടിയിലേക്ക് അല്ലെങ്കിൽ നിലത്തേക്ക് മാറ്റി നടും കേട്ടോ, എന്നെങ്കിൽ അത് വളരുള്ളൂ. ഇത് ചട്ടിയിൽ നിന്നിട്ട് അധികം വളരുന്നില്ല. പിന്നെ ഈ ഒരു സൈഡിലും നമ്മൾ വാഴച്ചെടി നട്ടിട്ടുണ്ടായിരുന്നു. വാഴച്ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാത്തിലും കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു തോന്നുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്യലായിരുന്നു, അപ്പോൾ ഒരേ ലെവലിൽ അങ്ങ് നിൽക്കും. പിന്നെ ഈ ഒരു നിത്യകല്യാണി ചെടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വാഴച്ചെടി അപ്പുറത്തെ സൈഡിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സീനിക കാട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വന്നപ്പോൾ ഒരു അത്ഭുതമായിരുന്നേ. ഞാൻ തന്നെ ഞെട്ടി, ദൈവമേ ഇതെന്താണിത്, എവിടെയും വേറെ ഒന്നും കാണാനില്ല. ഞങ്ങൾ ഏകദേശം ഒരു ഈവനിങ് ആയപ്പോഴവിടെ എത്തിയത്, ഒരു 4:30-5 മണി ആയപ്പോഴാണ് വീട്ടിലെത്തിയത്.
അന്നേരം എന്തത് കാട് പോലെ. പിന്നെ അന്നേരം നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ ലൈറ്റും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഒരു ടൈം കിട്ടിയപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. കണ്ടില്ലേ, നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് ഒരുപാട്. പക്ഷേ വേറെ പ്രത്യേകത എന്താണെന്നറിയോ, ഒരുപാട് പൂമ്പാറ്റകൾ വരുന്നുണ്ട് ഇതിൽ. അത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിങ്ങനെ നോക്കി നിന്നാൽ അവർ വന്ന് തേൻ കുടിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പാറുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര കാറ്റാട്ടോ. ഈ മൈക്കിൽ എത്രത്തോളം കാറ്റ് പിടിക്കുന്നുണ്ടെന്ന് അറിയില്ല, പിടിക്കുന്നുണ്ടാവും മിക്കവാറും. ഭയങ്കര കാറ്റാ. തന്നെ എനിക്ക് ഭംഗി തോന്നിയതും ഇഷ്ടം കൂടുതൽ തോന്നിയത് പോലെ തട്ടുള്ള സീനിയ കേട്ടോ. ഒരുപാട് ലെയറായിട്ട് നിൽക്കുന്ന സീനിയ. അത് ഇങ്ങനെ പരാഗണം നടക്കുന്നത് കൊണ്ട് പല പല കളറിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മഞ്ഞല്ലേ, അതേപോലെ ഇതിൻ്റെ വേറെ കളറുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഈ ഒരു സീനിയ, ഇത് 2 തരം നമ്മളെ കയ്യിലുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സീനിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ചില സീനിയുണ്ട് അത്യാവശ്യം വലുപ്പവും ഇല്ല, കാണാൻ വലിയ ഭംഗിയില്ലാത്ത, അതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 2-3 സീനിയകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി തട്ടുള്ള സീനിയ ഞാൻ കാണിച്ചു തരാം. തട്ട് എന്ന് വെച്ചാൽ നല്ല ലെയറായിട്ട് നിൽക്കുന്ന സീനിയ ഞാൻ കാണിച്ചു തരാം. സീനിക ഞാൻ പറഞ്ഞ ലെയറായിട്ട്. ഇതിപ്പം വയലറ്റ് മാത്രം, പിങ്ക് മാത്രം ഉണ്ടായിരുന്ന സീനിക ഉണ്ടായിരുന്നു. പക്ഷേ പിങ്കും ഇതിൻ്റെ നടുവിൽ ഇപ്പോൾ ഒരു ലൈറ്റ് കളർ കണ്ടില്ലേ, വൈറ്റിൻ്റെ. ഇതാണ് ഞാൻ പറഞ്ഞ പരാഗണം നിന്നിട്ട് ഡബിൾ ഷെയ്ഡായി എന്നുള്ളത്. ഇതിൻ്റെ കുറച്ച് ലൈറ്റ് കളർ വേറെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടോ, ഇതിൽ തന്നെ ഫുള്ള് പിങ്ക് ആയിട്ടുള്ളത് കണ്ടോ. തട്ട് തന്നെയാണ് ഫുള്ള് പിങ്ക്. അത് ഒരൊറ്റ ചെടിയിലാട്ടോ ഫുള്ള് പിങ്ക്. പക്ഷെ ആ ചെടിയിൽ ഉണ്ടായിട്ടുള്ള വേറൊരു പൂവാണിത്. ഇതിൽ പക്ഷേ നടുവിലെത്തിയപ്പോൾ കുറച്ച് കളർ ചേഞ്ച് ഉണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഒരുപാട് ഇതളുകളുള്ളതുകൊണ്ട്. പൂമ്പാറ്റയൊക്കെ വരുന്നുണ്ട് തേൻ കുടിക്കാൻ. ഞാനിവിടെ നിന്ന് മാറിക്കൊടുക്കാം, ഒരു തേനൊക്കെ കുടിച്ച് പോട്ടെ. പിന്നെ ഇവിടെ അരളി ചെടി വലുതായി, അതിൽ മുട്ടായിട്ടുണ്ട് കേട്ടോ. കൂടെ ഇരിക്കും. അരളിച്ചെടി വിഷമാണെന്നൊക്കെയല്ലേ പറയാറ്. എന്തായാലും ഇതിവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ നിൽക്കട്ടെ. ഇവിടെ പിന്നെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മളത് കഴിക്കാൻ പോവാത്തതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ മഴ പെയ്തപ്പോഴത്തേക്കിനും ഈ ഒരു ചെടി നല്ല സുന്ദരി ചെടിയായിട്ടുണ്ട് കേട്ടോ. ഇതിൽ പൂവൊന്നും ഇടില്ല, ഇതിൻ്റെ ഇലയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കണ്ടില്ലേ, പക്ഷെ ഇത് നല്ല ഭംഗി. ഞാൻ പോയ സമയത്ത് ഇത്ര ബ്രൈറ്റ്നെസ് ഉണ്ടായിരുന്നില്ല, ഒരു ഡാർക്ക് കളറായിട്ടൊക്കെ ആയിരുന്നു, ഒരു വലിയ സുഖം ഉണ്ടായിരുന്നില്ല കാണാൻ. പക്ഷെ ഇതിപ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു പൂക്കൾ മുറ്റത്ത് നിൽക്കണ പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ചെടി കാണാനും. അപ്പോൾ എല്ലാ ചെടികളെ കൂടെ തന്നെ നമ്മുടെ ചെണ്ടുമല്ലി അല്ലെങ്കിൽ മല്ലികയുണ്ട് കേട്ടോ. ഇത് പോയിട്ടൊന്നുമില്ല, ഇത് നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇനി മല്ലികയൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കണം. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് വേണം മല്ലിക നട്ട് വളർത്താൻ. അതാകുമ്പോൾ നമുക്ക് ഓണത്തേക്കൊക്കെ എടുക്കാമല്ലോ. അതുപോലെ ഈ ഒരു ചെടി നല്ല തിക്കായിട്ടുണ്ടായിരുന്ന ചെടിയായിരുന്നേ. പക്ഷേ ഇലയൊക്കെ പോയി ഒരു സുഖമില്ലാതെ നിൽക്കണം. ഇത് കാണുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് കേട്ടോ. എന്തോ കുറേ ചീഞ്ഞ് പോയതാണോ, മഴ പെയ്തിട്ട് പോയതായിരിക്കും. പക്ഷെ പിന്നെ ഇത് നല്ല പച്ചപ്പിൽ നിൽക്കേണ്ടതാണ്. എന്തോ ഇത് ചുമന്ന കളറായി നിൽക്കുന്നു. ഇതിങ്ങനെയല്ല കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള കളറ്, നല്ല പച്ച കളറാണ് ആവണ്ടേ. ഇത് ഈ വെയിലത്തൊന്നും എടുത്ത് മാറ്റി വെക്കണം. പക്ഷെ ഇപ്പോൾ വെയിലൊന്നും ഇല്ല. പിന്നെ ഇതൊരു വൈറ്റ് കളറിൽ പൂടുന്നതായിരുന്നു. ഇതും അതേപോലെ കുറച്ച് ശോഷിച്ചാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ 2 തെച്ചിയുടെ കമ്പ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അത് ഇവിടെ നട്ടിട്ടുണ്ട്, ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ പോയ സമയത്ത് നട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബോഗൻ വില്ലേൻ്റെ, നമ്മുടെ കടലാസ് റോസേൻ്റെ കമ്പ് ചിലതൊക്കെ കിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ മാറ്റി നടണം. അപ്പോൾ 2-2.5 മാസത്തിന് ശേഷം നാട്ടിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ ഒരു പരിസരം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ചെടികളും പുല്ലുകളൊക്കെ വളർന്ന് അങ്ങ് ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ഇനിയുള്ള പണി എന്ന് പറയുന്നത് ഈ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് ഈ ചീനികേൻ്റെ പൂടിലൊക്കെ കഴിയുമ്പോൾ അതും പറിച്ച് കളഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ കുറേ പണികൾ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൃഷിത്തോട്ടവും പൂന്തോട്ടമൊക്കെ. കൃഷിത്തോട്ടത്തിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, കാരണം ഇതന്നെ ഒരുപാട് ലെങ്ത് ആകും. അപ്പോൾ കൃഷിത്തോട്ടത്തിലും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ മുൻഭാഗം. പുല്ലൊക്കെ കുറേ വളർന്നു, ഇതൊക്കെ വെട്ടി ശരിയാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ. പ്രതീക്ഷിക്കാതെ ഉണ്ടായ പൂക്കളാണ്, പക്ഷെ എല്ലാം സീനികയാണെന്നേ ഉള്ളൂ.
നമ്മുടെ വീട് പോയി വന്നപ്പോഴത്തേക്കിനും എല്ലാം പച്ചപ്പായി കേട്ടോ വീടൊക്കെ. മഴയല്ലേ, മഴയത്ത് ഭയങ്കരമായിട്ട് ഇവിടെ മലാവിയിൽ നല്ല പച്ചപ്പാവും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും ഫുൾ അങ്ങ് ഡ്രൈ ആകും. പിന്നെ ഒരു മണ്ണിൻ്റെ ഒരു കളറായിരിക്കും എല്ലാ സ്ഥലവും, വലിയ പച്ചപ്പില്ലാതെ. ഞങ്ങൾ പോണ സമയത്ത് നമ്മൾ പോയ റോഡുകളാണെങ്കിലും എല്ലാം ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. തിരിച്ച് വന്ന എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് കാറിൽ വന്നപ്പോൾ എല്ലായിടം നല്ല പച്ചപ്പുള്ള സ്ഥലമായിട്ടോ. കാണാൻ രസമാട്ടോ. ഇങ്ങനെ നമുക്കൊരു ഫ്രഷ്നെസ് വരും. ഈ ചെടികളും പൂക്കളും അതിൽ വരുന്ന പൂമ്പാറ്റകളെയും ഒക്കെ കാണുമ്പോൾ, പച്ചക്കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. എന്നുവെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോഴും പിന്നെ എന്തൊക്കെയായി, ചീഞ്ഞു പോയോ, നന്നായിട്ട് ഉണ്ടായോ, പൂക്കളുണ്ടായോ, എന്താ ചെറിയ കമ്പുകൾ നട്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ മുള വന്നോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോൾ നമ്മൾ ഓൾ കേരള ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം എനിക്ക് നമ്മുടെ ചാനലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചേച്ചി, ഗിരിജ ചേച്ചി, എനിക്ക് ശംഖുപുഷ്പത്തിൻ്റെ വിത്തൊക്കെ തന്നിട്ടുണ്ട്, ഡബിൾ പെറ്റലായിട്ടുള്ള. അത് വൈറ്റും ഉണ്ട്, എന്താ പറയുക, വയലറ്റ് കളറും ഉണ്ട്, 2 കളറും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നടണം. അതേപോലെ ഞങ്ങൾ പൂപ്പലിക്ക് പോയപ്പം കുറച്ച് വിത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇത്തിരി വിത്ത് എടുത്തിട്ടുണ്ട്. അതൊന്നും നട്ടിട്ടില്ല, നടണം. എന്നിട്ട് അതിൽ പൂക്കളുണ്ടാവുമോ എന്നൊക്കെ നോക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു മെയിൻ്റെനൻസ് കുറേ ഉണ്ട് കേട്ടോ. ഈ പുല്ലൊക്കെ മാറ്റിയല്ല, പുല്ല് ഒന്നിൽ വെട്ടണം, അല്ലെങ്കിൽ മാറ്റി നടണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇല്ലേ ഇതിങ്ങനെ കാട് പിടിച്ച പോലെ തന്നെ നമുക്ക് തോന്നും. അങ്ങനെ നന്നാക്കാനും ഇവിടെ കുറേ പണിയുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് നമ്മൾ പോയി വന്നപ്പോഴുള്ള നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രയധികം വളരുന്നോ, അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് ഇത്രയും പ്രോഗ്രസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാരണം മഴയായിരുന്നു. മഴ ചെയ്തപ്പോൾ എല്ലാ വിത്തുകളും മുളയ്ക്കാത്ത ഇനി ഒരൊറ്റ വിത്ത് പോലും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10 മണിമുല്ലയൊക്കെ വിരിയാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്നതേ. എല്ലാവരും വിരിഞ്ഞ് അടിപൊളിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. വേണ്ട, ഇത് ഫുള്ള് 10 മണിയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി പുല്ല് വളർന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവില്ല കേട്ടോ. പിന്നെ പുല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ കാണിച്ചത് ഇങ്ങനെ വളർന്ന് നിൽക്കാനുണ്ടോ, എന്തോരം പൂവുണ്ടായിരുന്നു. ഒരു മതിൽ പോലെ തന്നെ 10 മണി പൂവ് ഉണ്ടായിട്ടുണ്ട്. ഫുള്ളായിട്ട് 10 മണി പൂവ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുഞ്ഞു പൂക്കളും ചെടികളുടെയൊക്കെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ.